ആട്ടുകട്ടിൽ. മുത്തശ്ശിയുടേത് ദുർമരണമായിരുന്നു. പൂമുഖത്തെ ആട്ടുകട്ടിലിൽ പുലർച്ചെ മരിച്ചു കിടന്നു. കട്ടിൽ തെക്കു വടക്ക് ഈണത്തിലാടി. ഈളയൊഴുകി പാൽപ്പാട പോലെ ഒട്ടിപ്പിടിച്ച കവിളുകളുമായി ഞാൻ കണ്ണുതിരുമ്മി ഉമ്മറത്തേക്ക് വന്നു. ഉറക്കം വിടാത്ത കണ്ണുകളിൽ കട്ടിലിൻ്റെ ആട്ടം കണ്ടു. പൂമുഖത്തു മാത്രം ശക്തമായ കാറ്റ് വീശി. മുറ്റത്തെ വലിയ പ്ലാവിൻ്റെ മഞ്ഞ ഇലകളും കരിഞ്ഞ മാമ്പൂക്കളും വരിവരിയായി അതിൽ വട്ടം കറങ്ങി. കാറ്റിൽ കർപ്പൂരാതി തൈലം മണത്തു. എൻ്റെ ചെറിയ പെറ്റിക്കോട്ടിൻ്റെ ഞൊറികൾ വെള്ളക്കുട പോലെ വീർത്തു. കാറ്റിനുള്ളിൽ കട്ടിലിൽ വലം ചുമലിൽ മുഖം ചേർത്ത് ചെരിഞ്ഞു കിടന്ന മുത്തശ്ശിയുടെ കറുത്തു തഴച്ച മുടി അഴിഞ്ഞു നിലമുട്ടിക്കിടന്നു. വിളിച്ചിട്ടും മുത്തശ്ശി കണ്ണു തുറന്നില്ല. നേരിയതിനു താഴെ മുത്തശ്ശിയുടെ ഭംഗിയുള്ള വയർ മാത്രം അനങ്ങി. ഞാൻ എൻ്റെ ചെറിയ കൈപ്പത്തി മുത്തശ്ശിയുടെ വയറിനു മേൽ വെച്ചു. പുതപ്പിനടിയിൽ ഒളിച്ചു കളിക്കുന്ന പൂച്ചക്കുട്ടിയെപ്പോലെ എന്തോ ഒന്ന് വയറ്റിലൊന്നനങ്ങി. ഞാൻ കൈ പിൻവലിച്ച് പുറത്തേക്കോടി. കിഴക്കേ മുറ്റത്തെ തൊഴുത്തിൽ കറവക്കാരൻ പ്രഭാകരൻ എത്തിയിരുന്നു. അയാൾ പൊന്നിപ്പശുവിൻ്റെ അകിട്ടിൽ വെണ്ണ നെയ്യ് തടവുകയായിരുന്നു. നെറ്റിയിൽ ചുട്ടിയുള്ള കിടാവ് ആർത്തിയോടെ അകിടിൽ മുട്ടി. അകിട് വീർക്കുകയും ചുരക്കുകയും ചെയ്തു. കറവക്കാരൻ്റെ വിദഗ്ധമായ വിരലുകൾ വെള്ളിമുന്തയിലേക്ക് പാലിൻ്റെ ആദ്യ നൂൽ ചെയ്യുന്നത് കാണാൻ ഈളയൊട്ടിയ വായ് പിളർത്തി ഞാൻ നോക്കി നിന്നു. ആദ്യം പശു ഇടഞ്ഞു. പ്രഭാകരൻ പശുവിനെ ചീത്തവാക്കെന്തോ വിളിച്ചു. പിന്നീട് അകിട്ടിൽ തഴുകി. കഴുത്തിൽ ചൊറിഞ്ഞു ലാളിച്ചു. തക്കം നോക്കി മൊന്ത നീട്ടി പശു പാൽ ചുരത്തി. നോക്കി നിൽക്കെ പാൽ ചുവന്നു. അകിട്ടിൽ നിന്ന് ചോര ചീറ്റി. പ്രഭാകരൻ ചാടി എഴുന്നേറ്റു. അതിനുശേഷം എനിക്കൊരിക്കലും പാൽ കുടിക്കാൻ കഴിഞ്ഞില്ല. പാൽ കാണുമ്പോഴൊക്കെ അതിനുള്ളിൽ ഞാൻ ചോര നിറം കണ്ടു. അതിനുശേഷം ആരെയും സ്നേഹിക്കുവാനും കഴിഞ്ഞില്ല. സ്നേഹം തോന്നുമ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ ആട്ടുകട്ടിലിൽ പോലെ എന്തോ കരകരയാടി. സ്നേഹിക്കുന്നവരുടെ വയറുകൾക്ക് മേൽ കൈവച്ചാൽ പുതപ്പിനടിയിൽ ഒളിച്ചു കളിക്കുന്ന പൂച്ചക്കുട്ടിയെപ്പോലെ എന്തോ ഒന്ന് എൻ്റെ കയ്യിൽ തടയുമെന്ന് ഞാൻ എപ്പോഴും ഭയന്നു. അവരെന്നെ മന്ത്രവാദക്കളത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ ഞാൻ ഇതൊക്കെ തന്നെയാണ് ഓർത്തുകൊണ്ടിരുന്നത്. മന്ത്രവാദി ചെറുപ്പക്കാരനായിരുന്നു. അയാൾക്ക് നല്ല കണ്ണുകളും മൃദുവായ ചുണ്ടുകളുമുണ്ടായിരുന്നു. വലിയ തടിച്ച ചുണ്ടുകളുള്ള പുരുഷന്മാരെ എനിക്കിഷ്ടമല്ല. അത്തരക്കാർ കറവക്കാരനെ ഓർമ്മിപ്പിച്ചു. മന്ത്രവാദി എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ തെള്ളിപ്പൊടി എറിയുമ്പോഴും മുടിയഴിച്ച് കണ്ണു തുറിച്ച് ഞാൻ തുള്ളിയുറയുമ്പോഴും ഇയാളുടെ സൗന്ദര്യം ഇതേപടി അവശേഷിക്കുമോ? അതാണ് എനിക്കറിയേണ്ടത്. മന്ത്രവാദി ശൂലത്തിന്മേൽ വലതു തള്ളവിരൽ കൊണ്ട് വരഞ്ഞപ്പോൾ ചോര ചാടി. അയാൾ അതുകൊണ്ട് എനിക്ക് തിലകം ചാർത്തി. അതും എനിക്കിഷ്ടപ്പെട്ടു. കമ്പോളത്തിൽ നിന്ന് കിട്ടുന്ന കുങ്കുമം കൊണ്ടാണ് ഇതുവരെ മന്ത്രവാദികൾ തിലകം തൊട്ടിരുന്നത്. അതാർക്ക് വേണം? ഇതാണ് എനിക്കിഷ്ടം. അസൽ ചോര. പൊന്നിപ്പശുവിൻ്റെ വയറ്റിൽ നിന്നും ചാടിയ അതേ ചോര. അയാളുടെ ചോരയ്ക്ക് സുഖകരമായ തണുപ്പുണ്ടായിരുന്നു. അത് വളരെ സാന്ദ്രവുമായിരുന്നു. നെറ്റിയിൽ നിന്നും പതിയെ പതിയെ അരിച്ചരിച്ച് അതെൻ്റെ മൂക്കിൻ തുമ്പിലേക്ക് ഒഴുകിയിറങ്ങിയപ്പോൾ ഞാൻ അറിയാതെ കണ്ണുകൾ അടച്ചു. വലങ്കൈ നീട്ടു, മന്ത്രവാദി പറഞ്ഞു. ഞാൻ ഇടങ്കൈ നീട്ടി. വലങ്കൈ. അയാൾ സൗമ്യത വിടാതെ ആജ്ഞാപിച്ചു. ഞാൻ വലം കൈ ചുരുട്ടിപ്പിടിച്ചു. ഈ കൈ താങ്ങാനുള്ള യോഗ്യത ഇയാൾക്കുണ്ടോ? ഈ കൈയുടെ സ്പർശം താങ്ങാനുള്ള കരുത്ത് ഇയാൾക്കുണ്ടോ? എനിക്ക് അയാളോട് വാസ്തവമായും കാരുണ്യം തോന്നി. അയാൾ കണ്ണടച്ച് ശൂലം ഇടം കൈയിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എൻ്റെ വലം കൈയിൽ പിടിച്ച് ബലം പ്രയോഗിച്ച് തുറന്നു. കളത്തിനുള്ളിലിരുന്നു ഞാൻ അയാളെ തമാശയോടെ നോക്കി. അതൊരു സ്ത്രീയുടെ കൈയല്ലല്ലോ. അയാൾ കള്ളം കണ്ടുപിടിച്ചതുപോലെ എന്നെ നോക്കി. 2 സ്ത്രീകളുടെ സ്പർശം ഞാൻ അറിയുന്നു. ശൂലം നെഞ്ചിൽ ചേർത്ത് അയാൾ സൗമ്യതയോടെ ചോദിച്ചു. മറ്റേ സ്ത്രീ ആരാണ്? ഞാൻ ആ കൈ നീട്ടി നന്നായി വിടർത്തി. 5 വിരലുകളുള്ള കൈ ഒരു വൻ ചിലന്തിയെപ്പോലെ ഉണ്ടായിരുന്നു. ഞാൻ വിരൽ നീട്ടി
അയാളുടെ താടിയിൽ സ്പർശിച്ചു. അയാളുടെ കവിളുകളിലും തൊട്ടു. അയാളൊന്ന് വിരണ്ടു. എൻ്റെ കൈ വിട്ടു. ആരാണ്? അയാൾ പിന്നെയും ചോദിച്ചു. ആരൊക്കെയാണ്? വൃദ്ധയല്ല, അയാൾ പറഞ്ഞു. യുവതിയുമല്ല. ശരിയാണ്, ഞാൻ പറഞ്ഞു. 40 42 വയസ്സ്, വെളുത്തിട്ട് മുട്ടപ്പം മുടിയുള്ള ഒരു സ്ത്രീ. 14-ാം വയസ്സിൽ വിവാഹം കഴിച്ചു. 15-ാം വയസ്സിൽ അമ്മയായി. 17-ാം വയസ്സിൽ വിധവയായി. 37-ാം വയസ്സിൽ മുത്തശ്ശിയായി. മന്ത്രവാദി പരികർമ്മികളെ വിളിച്ചു. അവർ അടുത്ത തന്ത്രവിധിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ആട്ടുകട്ടിലിലേക്ക് പോയി. ആട്ടുകട്ടിലിരിക്കെ ഞാൻ വീണ്ടും കായൽ കണ്ടു. പഴയ കായൽ. വർഷത്തിൽ പച്ചയും വേനലിൽ നീലയുമാകുന്ന പഴയ കായൽ. കായൽക്കുളി കഴിഞ്ഞ കാറ്റുകൾ ഈറൻ ചുമന്ന് പടി കയറി വന്ന് ആട്ടുകട്ടിലിൽ ഭാരത്തോടെ വീണു. ആട്ടുകട്ടിൽ കരകരെ ആടി. മുമ്പ് മുത്തശ്ശിയുടെ നേർത്ത കരയുള്ള നേര്യത്തിൻ്റെ തുമ്പ് പിടിച്ച് രസിക്കുന്നത് പോലെ അവരെൻ്റെ വെള്ള പട്ടുസാരിയുടെ മുന്താണി പിടിച്ചു വലിച്ചു. ആട്ടുകട്ടിലിൽ പൂമുഖത്തിന് പുറം തിരിഞ്ഞ് വലങ്കൈ താഴേക്ക് തൂക്കിയിട്ട് കടവായിൽ നിന്ന് ചോരയൊലിപ്പിച്ച് മുത്തശ്ശി കിടന്നു. അരഭിത്തിയിൽ ചാരി വെറും നിലത്ത് വെളുത്ത പെറ്റിക്കോട്ട് മാത്രമിട്ട് ഞാനിരുന്നു. എൻ്റെ കണ്ണുകൾ മുത്തശ്ശിയുടെ വയറ്റിലായിരുന്നു. വയറ്റിൽ ആ അനക്കം അവശേഷിക്കുന്നുണ്ടോ എന്ന ഉത്കടമായ ഉത്കണ്ഠ അനുഭവപ്പെട്ടു. ആളുകൾ മുറ്റത്തും പൂമുഖത്തിന് ചുറ്റുപടിയിലും കൂടി നിന്നു. മുത്തശ്ശിയുടേത് ഹൃദയസ്തംഭനമാണെന്നും അല്ലെന്നും പോസ്റ്റ്മോർട്ടം വേണമെന്നും വേണ്ടെന്നും അവർ തർക്കിച്ചു. കണ്ണുകൾ വിടർത്തി ഞാനിരിക്കെ മുത്തശ്ശി അതേ കിടപ്പിൽ കണ്ണുകൾ തുറന്നു. കടവായിൽ നിന്നും ഈള പോലെ ഒഴുകിയ ചോര തുടയ്ക്കാതെ എന്നെ നോക്കി പുഞ്ചിരിച്ചു. ഞാൻ കണ്ണുകൾ ചിമ്മാൻ കഴിയാതെ നോക്കിയിരിക്കെ മുത്തശ്ശിയുടെ വയറ്റിൽ പശുക്കുട്ടിയെപ്പോലെ എന്തോ ഒന്ന് കൂത്താടി. മുത്തശ്ശിയെ കുളിപ്പിക്കാൻ അവർ കായലിലേക്കെടുത്തു. കരഞ്ഞുകൊണ്ട് ഞാൻ പിന്നാലെ നടന്നു. കായലിൽ നിന്നു പച്ച നിറമുള്ള വെള്ളം അവർ കോരിക്കൊണ്ടുവന്നു. മുത്തശ്ശിയുടെ ശരീരത്തിൽ ഓരോ കുടമായി ഒഴിച്ചു. മുത്തശ്ശിയുടെ കടവായിലെ ചോര വെള്ളത്തിൽ താഴേക്കൊഴുകി. കായൽ കൊടുത്ത ജലത്തിൻ്റെ കടം മുത്തശ്ശി ചോര കൊണ്ട് വീട്ടി. കായലിലെ വെള്ളം ചോരയായി. കായലിലേക്ക് മടങ്ങിപ്പോകുന്നത് കണ്ട് ഞാൻ വാ പിളർന്നു നിന്നു. പിന്നീടൊരിക്കലും എനിക്ക് കരയാൻ കഴിഞ്ഞില്ല. നിനക്കെന്താണ് വേണ്ടത്? മന്ത്രവാദി ചോദിച്ചു. അഴിഞ്ഞ മുടിയുലച്ച് അയാളെ നോക്കി ഞാൻ ചിരിച്ചു. അയാളുടെ ചോരയുടെ തിലകം മൂക്ക് കടന്ന് ചുണ്ടിലേക്ക് അരിച്ചൊഴുകിക്കൊണ്ടിരുന്നു. ഇനിയൊരു പക്ഷേ ഈള പോലെ അതെൻ്റെ കവിളുകളിൽ ഒട്ടിപ്പിടിക്കുമായിരിക്കും. അയാളിൽ നിന്നെടുത്ത ചോര അയാൾക്ക് മടക്കിക്കൊടുക്കുവാനുള്ള വഴികൾ ഞാൻ ആലോചിക്കുമ്പോൾ പുറത്ത് നിശാഗന്ധികൾ പൂത്തു തുടങ്ങി. കായലിൽ നിന്ന് ഭാരമുള്ള രാക്കാറ്റുകൾ കടന്നു വരുന്ന നേരമാണിത്. കാറ്റിന് നേർത്ത നനവുണ്ടാകും. പ്ലാവിലകൾ ഇക്കിളിപ്പെട്ട് കുഴിഞ്ഞു വീഴും. ചെറിയ നരിച്ചീറുകൾ ഇരുട്ടിൽ ഗന്ധവും സ്പർശവും കൊണ്ട് സ്ഥാനം നിർണയിച്ച് സ്വർണ്ണ നിറമുള്ള മാമ്പഴങ്ങളിൽ ചുണ്ടുകൾ അമർത്തും. ഒഴിഞ്ഞു പോകില്ല, മുത്തശ്ശി ഒഴിഞ്ഞു പോകില്ല. പുളിയിലക്കരയൻ മുണ്ടുടുത്ത് നേരിയത് അലസമായിട്ട് ചുവന്ന ബ്ലൗസും നെറ്റിയിൽ ഭസ്മക്കുറിയുമായി മുത്തശ്ശി നടന്നു വരും. മുട്ടപ്പം നീണ്ട കറുത്ത മുടിത്തുമ്പ് കെട്ടി വിരിച്ചിടും. മുത്തശ്ശി ആട്ടുകട്ടിൽ വന്നിരിക്കും. ഭസ്മക്കുറിക്ക് നടുവിൽ ദേവിയുടെ ചുവന്ന പ്രസാദം ശിവന്റെ തൃക്കണ്ട് പോലെ തിളങ്ങും. ആ ആട്ടുകട്ടിൽ പതിയെ കരയാടും. മുത്തശ്ശി എനിക്ക് ഉണ്ണികൃഷ്ണൻ്റെ കഥ പറഞ്ഞു തരും. നല്ല പച്ച നിറമുള്ള തൂശനിലയിലാണ് മുത്തശ്ശിയെ അവർ കിടത്തിയത്. തലയ്ക്കൽ നിലവിളക്ക് കത്തിച്ചു വെച്ചു. ഇലയിൽ മുത്തശ്ശി നിറഞ്ഞു കിടന്നു. തലയ്ക്കൽ തേങ്ങാമുറിയിൽ കത്തുന്ന ഒറ്റത്തിരി കണ്ട് പൂവെന്ന് തെറ്റിദ്ധരിച്ച് ചുവന്ന ചിറകുള്ള ഒരു ചിത്രശലഭം പറന്നു വന്നു. ശലഭം എന്നെ ചുറ്റി മുത്തശ്ശിയുടെ ചുണ്ടുകളിൽ വന്നിരുന്നു. പിന്നീട് തേങ്ങാമുറിയിലേക്ക് താഴ്ന്നു. സ്വർണ്ണനാളത്തിൽ ചുവന്ന ചിറകുകൾ ഉരുകിയൊലിച്ചു. അത് തീയുടെ ചോര പോലെ തോന്നി. എന്തായിരുന്നാലും പിന്നീട് ഒന്നിനും എന്നെ സങ്കടപ്പെടുത്താൻ കഴിഞ്ഞില്ല. നിനക്കെന്താണ് വേണ്ടത്? മന്ത്രവാദിയായ ചെറുപ്പക്കാരൻ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഞാൻ അയാളെ വകവയ്ക്കാതെ മുത്തശ്ശിയുടെ ആട്ടുകട്ടിലിൽ പതിയെ ആടി. മുത്തശ്ശി മരിച്ച രാത്രിയിലും നിലാവുണ്ടായിരുന്നു. നിലാവിന് പാലിൻ്റെ നിറമായിരുന്നു.
ആകാശത്തെ പാൽ കിണ്ണത്തിൽ നിന്നും തൂവിപ്പോയതാണ് ഈ നിലാവത്രയും എന്ന് മുത്തശ്ശി പറഞ്ഞു. പാൽ വീണാണ് രാപ്പൂക്കളും നിശാശലഭങ്ങളും ഇത്ര വെളുത്തു പോയതെന്നും മുത്തശ്ശി പറയാറുണ്ട്. പാൽക്കിണ്ണം ആരാണ് തട്ടിത്തൂവിയത്? ഉണ്ണികൃഷ്ണൻ. മുത്തശ്ശി പറഞ്ഞു. ഉറിമേൽ വെച്ച പാൽക്കലം തല്ലിയുടച്ചും പശുക്കളുടെ അകിട്ടിൽ നിന്ന് പാൽ കുടിച്ചും കൃഷ്ണൻ കാട്ടിയ വികൃതികളുടെ കഥ മുത്തശ്ശി പറഞ്ഞു. ഞാൻ കൃഷ്ണൻ്റെ ചിലമ്പൊലി കേട്ടു. കാറ്റിൽ പച്ചപ്പാലിൻ്റെ ഗന്ധം ശ്വസിച്ചു. പറയൂ. മന്ത്രവാദി ചൂരൽ വലിച്ചെടുത്തു. ഈ ശരീരം വിട്ട് ഒഴിഞ്ഞു പോകുക. ഞാൻ അയാളെ നോക്കി ചിരിച്ചു. ഇയാൾ കൊള്ളാം. ചെറിയ പയ്യൻ, മുടി ചീകി, മയിൽപ്പീലി കുത്തിയാൽ അസൽ കൃഷ്ണൻ. ചിതയിൽ മുത്തശ്ശി തനിച്ചായിരുന്നു. മാവിൻ്റെ പച്ച വിറകുകൾക്ക് മുത്തശ്ശിയുടെ ശരീരത്തിന് നിറമായിരുന്നു. മുത്തശ്ശിയെ അവർ മലർത്തി കിടത്തി. പക്ഷേ ഞാൻ നോക്കി നിൽക്കെ മുത്തശ്ശി പതിയെ ചരിഞ്ഞു കിടന്നു. അങ്ങനെ കിടന്നാണ് മുത്തശ്ശി കഥ പറയുക. കഥ പറയാനെന്നതുപോലെ കണ്ണു തുറന്ന് എന്നെ നോക്കി. തീ ആളുമ്പോൾ മുത്തശ്ശിയുടെ കണ്ണുകൾ തുറന്നിരുന്നു. നാളങ്ങൾക്കിടയിൽ മുത്തശ്ശിയുടെ നോട്ടം ഇരിയാതെ കണ്ടു. എനിക്ക് ബോധക്കേടുണ്ടായി. കണ്ണു തുറന്നപ്പോൾ ഞാൻ വല്ലാത്ത കാഴ്ചകൾ കണ്ടു. മുത്തശ്ശിയുടെ നോട്ടം ഇരിയാതെ മണ്ണടിയാതെ എപ്പോഴും എന്നെ നോക്കി കൂടെ നടന്നു. എനിക്കിനിയൊരിക്കലും ആരെയും സ്നേഹിക്കാൻ കഴിയില്ല. പറഞ്ഞു തരൂ, നിനക്കെന്താണ് വേണ്ടത്? മന്ത്രവാദി യാചിച്ചു. ഞാൻ അയാളെ നോക്കി. ഇയാൾ കൊള്ളാം. ചൂരൽ വടിക്ക് പകരം ഓടക്കുഴൽ നൽകേണ്ടതാണ്. പരികർമ്മികൾക്ക് പകരം പശുക്കളെയും. കുടമണി കിലുക്കി പശുക്കൾ കായൽ തീരത്തുകൂടി മേഞ്ഞു നടക്കുന്നത് കാണാൻ നല്ല കാഴ്ചയായിരിക്കും. അന്നത്തെ പൂജ കഴിഞ്ഞ് അയാൾ ഉറങ്ങാൻ കിടന്നപ്പോൾ കർപ്പൂരാതി തൈലം പുരട്ടി കുളി കഴിഞ്ഞ് ഞാൻ അയാളെ ആട്ടുകട്ടിലിലേക്ക് ആവാഹിച്ചു. നിശാഗന്ധികൾ പൂത്തുലഞ്ഞു തുടങ്ങിയിരുന്നു. കാറ്റ് ഉഗ്രമായി വീശി. എവിടെയോ പച്ചപ്പാലിൻ്റെ ഒരു പാത്രം ആരോ തട്ടിത്തൂവി. നിലാവായി പാൽ ഒലിച്ചു വീണു. കാറ്റിൽ പച്ചപ്പാലിൻ്റെ മണമുയർന്നു. ആട്ടുകട്ടിൽ കരകരയാടി. വേണമെങ്കിൽ ഇപ്പോൾ പാൽ നുകർന്ന് ചോര ഊറ്റി കുടിച്ച കൃഷ്ണൻ്റെ കഥ ഞാൻ പറയും. മുത്തശ്ശിയുടേത് ദുർമരണമായിരുന്നു. എൻ്റേതും ദുർമരണമായിരിക്കും. അയാൾക്ക് നൽകുവാനുള്ള ചോര ഈള പോലെ ഒട്ടിപ്പിടിച്ച ചുണ്ടുകളുമായി പുലർച്ചെ കരകരയാടുന്ന ആട്ടുകട്ടിലിൽ മുടിയഴിഞ്ഞു വലം ചിരിഞ്ഞ് ഞാനും കിടക്കും.